നമ്മൾ ഇന്ന് പുൽക്കൂടും ട്രീ ഒക്കെ സെറ്റ് ചെയ്യാൻ പോവാ. ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് കുറെ വർഷങ്ങളായി. ഇനി എല്ലാം പൊടി തട്ടി എടുക്കണം. കുറെ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ അല്ലായിരുന്നു ക്രിസ്മസിന്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഉപയോഗിച്ച ട്രീ ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരാളൊന്ന് കരയുന്നുണ്ട് പണി തുടങ്ങാത്ത. ഇവിടെ പണി തുടങ്ങുമെന്ന് ഓർത്ത് ഒരാൾ കുറെ നേരമായി ഞങ്ങളെ സഹായിക്കാൻ വന്ന് നിൽക്കണം. ഇവൻ കഴിഞ്ഞ ക്രിസ്മസിന് ഒരാട്ടുകുഞ്ഞിനെ പുൽക്കൂട്ടിന്ന് എടുത്ത് കട്ടോണ്ട് പോയവനാ. ഇവന് വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പൊ പണി തുടങ്ങാട്ടോ. അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാന്നാട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അതിനു മുമ്പ് ഡാനി പുതിയ ബെൽറ്റൊക്കെ ഇട്ടൊന്ന് പരീക്ഷിച്ച് നമ്മൾ പണിക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇന്നലെ ട്രീ ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ലൈറ്റിൻ്റെ കാര്യത്തിൽ ലൈറ്റെല്ലാം ഇങ്ങനെ കെട്ടുകൂടി കിടക്കുമായിരുന്നു ഇത്ര നാൾ എടുക്കാതെ ഇരുന്നിട്ട്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ലൈറ്റ് ഇടാന്ന് ഓർത്തിപ്പോൾ ഞങ്ങൾ ലൈറ്റ് അവിടെ ഷേപ്പിന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് ഇച്ചിരി കൂടെ ഇടാൻ പറ്റും. അപ്പോൾ പിന്നെ ട്രീയിൽ ലൈറ്റ് ഇടാം. കുറേ നാളായിട്ട് നമ്മൾ വേറൊരു കുഞ്ഞു പുൽക്കൂടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വേറൊരെണ്ണം നല്ലതുണ്ടാക്കാന്നോർത്ത് അതിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് കൊടുക്ക. അമ്മയ്ക്ക് 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 കൊടുക്ക. അമ്മയ്ക്ക് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തപ്പം ഇത്രയും വലിയ പുൽക്കൂടായിരുന്നില്ല മനസ്സിലുണ്ടായിരുന്ന. ചെറിയ ഒരെണ്ണം പഴയതുപോലെ തന്നെ ഒരു ചെറുത് ഇച്ചിരി നന്നായിട്ട് ഉണ്ടാക്കാന്ന് ഓർത്താണ് പണി തുടങ്ങിയത്. പക്ഷേ ഇത് പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറച്ച് വലുതായിപ്പോയി. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും നേരത്തെ കണ്ട പുൽക്കൂടല്ലല്ലോ ഇതെന്ന്. അതിന് ചെറിയൊരു പണി കിട്ടി. ഞങ്ങൾ രാത്രി ഇതുണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എല്ലാം ചെയ്യാന്നോർത്ത് അന്നത്തെ പണി നിർത്തിയായിരുന്നു. പക്ഷെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പം ഫിറ്റ് ചെയ്ത് വെച്ച സാധനമൊക്കെ തകർന്നടിഞ്ഞ് താഴെ കിടക്കുമായിരുന്നു. കെട്ടിയത് ശരിയാവാത്തോണ്ടാന്ന് തോന്നുന്നു. ഒന്നുകൂടെയും ചെയ്യേണ്ട വന്നു. അതുകൊണ്ട് ഇനി വലിയ പണിക്ക് പോവാതെ വീട്ടിലുള്ള വേറൊരു സാധനം വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിന്നെയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
വാനിൽ സംഗീതം മണ്ണിതിൽ സന്തോഷം സ്വർഗം തുറന്നു സുവിശേഷവുമായി ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവോ ഗ്ലോറിയ ഗ്ലോറിയ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ. ഇവിടുത്തെ ആദ്യത്തെ പുൽക്കൂട് ശരിയായില്ലെങ്കിലും രണ്ടാമത്തെ നല്ല സിമ്പിളായിട്ട് തീർന്നു. ഇത് കാണുന്ന നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ പുറകെ നല്ല പണിയായിട്ട് നടക്കുമായിരിക്കും. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.